പ്രതിരോധ രംഗത്ത് വിദേശ ശക്തികളെ ആശ്രയിക്കാതെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തോടെ രാജ്യം മുന്നേറുമ്പോൾ ശാസ്ത്ര ലോകത്ത് നിന്നും ഭാരതത്തിന്റെ സ്വാഭിമാനത്തിന്റെ വിജയഗാഥ പുറത്തുവരികയാണ്. തന്ത്രപ്രധാനമായ സൈനിക ഇലക്ട്രോണിക് രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ സ്വന്തമായി ഗാലിയം നൈട്രേറ്റ് അധിഷ്ഠിത ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ റഡാറുകൾ പൂർണ്ണമായി ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. വീരൂപാക്ഷ എന്ന് പേരിട്ടിരിക്കുന്ന ഈ അത്യാധുനിക റഡാർ നിർമ്മിക്കാനുള്ള ശേഷി കൈവരിച്ചതോടെ ലോകത്തിലെ ഏറ്റവും ആധുനികമായ പ്രതിരോധ സാങ്കേതിക വിദ്യ കൈവശമുള്ള വിരലിൽ എണ്ണാവുന്ന വൻ ശക്തി എന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഭാരതവും തല ഉയർത്തി ഇടം പിടിക്കുകയാണ്. എന്നാൽ ഭാരതത്തിന്റെ വമ്പൻ വിജയത്തിന് പിന്നിൽ വിദേശ ശക്തികൾ തങ്ങളെ ചെറുതാക്കി കാണാൻ ശ്രമിച്ച ഒരു തിരസ്കാരത്തിന്റെ ചരിത്രമുണ്ട്. അതിർത്തിയിൽ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കടുത്ത ഭീഷണികൾ നേരിട്ടിരുന്ന 2014 ആ സംഭവം നടന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ശേഷി കുത്തനെ കുറയുകയും പുതിയ യുദ്ധവിമാനങ്ങൾക്കായുള്ള കരാറുകൾ അന്തമില്ലാതെ നീണ്ടുപോവുകയും ചെയ്ത നിർണായകമായ ഒരു ഘട്ടം. ആ സമയത്താണ് വ്യോമസേനയുടെ അടിയന്തര ആവശ്യം പരിഗണിച്ച് ഫ്രാൻസിൽ നിന്ന് 36 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഭാരതം തീരുമാനിക്കുന്നത്. ഈ യുദ്ധവിമാന കരാർ ചർച്ചകൾക്കിടെ റഡാറുകളിൽ ഉപയോഗിക്കുന്ന അതീവ തന്ത്രപ്രധാനമായ ഗാലിയം നൈട്രേറ്റ് ചിപ്പുകളുടെ സാങ്കേതിക വിദ്യ ഭാരതത്തിന് കൈമാറാൻ അന്ന് ഫ്രാൻസ് വിസമ്മതിച്ചു. യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും പ്രതിരോധ രംഗത്ത് ഭാരതം സ്വയം പര്യാപ്തത നേടുന്നതിനും ഈ സാങ്കേതിക വിദ്യ അത്യാവശ്യമായിരുന്നു. എന്നാൽ പരമ്പരാഗത ആയുധങ്ങളുടെയും സൈനിക സാങ്കേതിക വിദ്യകളുടെയും കയറ്റുമതി നിയന്ത്രിക്കുന്ന ഒരു വാർ ഹെഡ് അറേഞ്ച്മെന്റ് പോലുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി ഫ്രാൻസ് ഭാരതത്തിന്റെ ആവശ്യം അഹങ്കാരത്തോടെ നിഷേധിച്ചുവെങ്കിലും ഇന്ത്യ അന്ന് കൈയും കെട്ടിയിരുന്നില്ല. ഇന്ത്യ അന്ന് തലകുനിച്ചിരുന്നില്ല. അതിനുവേണ്ടി പല തന്ത്രങ്ങളും ഇന്ത്യ മെനഞ്ഞു. അക്കാലത്ത് ഭാരതം ഈ കൂട്ടായ്മയിൽ അംഗമല്ലായിരുന്നുവെന്നും അതൊരൊറ്റ കാരണമായി ഫ്രാൻസ് നിർത്തി. എന്നാൽ ഈ അന്താരാഷ്ട്ര ചതിക്ക് മുന്നിൽ അടിയറവ് പറയാൻ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഭാരത സർക്കാർ തയ്യാറായിരുന്നില്ല. വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്ന പതിവ് അവസാനിപ്പിച്ച് ഈ സാങ്കേതിക വിദ്യ സ്വന്തമായി എന്തുകൊണ്ട് വികസിപ്പിച്ചുകൂടാ എന്ന ഒരു ദൃഢനിശ്ചയത്തോടെ DRDOയിലെ ശാസ്ത്രജ്ഞർ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അതിനും ഒരു വഴിവെച്ചു. ആ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് ശത്രുക്കളുടെ തന്നെ ഫ്രാൻസിന്റെ തന്നെ ഉറക്കം കെടുത്തുന്ന വീരൂപാക്ഷ എന്ന റഡാറുമായി DRDOയും ഭാരതവും നെഞ്ചു വിരിച്ചു നിൽക്കുന്നത്. ഫ്രാൻസിന് തരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ തനിയെ തന്നെ സ്വന്തമായി തന്നെ ഉണ്ടാക്കുമെന്ന് ഇന്ത്യ തെളിയിച്ച് കാണിച്ചിരിക്കുന്നു. നിലവിലുള്ള ഗാലിയം ആർസനൈഡ് സിസ്റ്റങ്ങളെക്കാൾ 5 ഇരട്ടി കരുത്താണ് പുതിയ ഗാലിയം നൈട്രേറ്റ് ചിപ്പുകൾക്ക് ഉള്ളത്. ഉയർന്ന താപനിലയും ഹിമാലയൻ അതിർത്തിയിലെ അതികഠിനമായ തണുപ്പിലും ഒരുപോലെ സുരക്ഷിതമായി പ്രവർത്തിക്കാൻ ഇതിന് കഴിയും. ഇത് റഡാറുകളുടെ പ്രവർത്തന പരിധി അത്ഭുതകരമായി വർദ്ധിപ്പിക്കുകയും ശത്രുക്കളുടെ ഏതൊരു അത്യാധുനിക ജാമറിംഗ് ശ്രമങ്ങളെയും അതിജീവിച്ച് കൃത്യമായ വിവരങ്ങൾ വ്യോമസേനയ്ക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. റഷ്യയുടെ പക്കലുള്ള പഴയ റഡാർ സാങ്കേതിക വിദ്യയേക്കാൾ എത്രയോ മുകളിലാണ് ഭാരതം ഇപ്പോൾ ഈ വികസിപ്പിച്ചിരിക്കുന്ന ഈ വിദ്യ. അതിന്റെ വീരൂപാക്ഷ എന്നത് ലോകരാജ്യങ്ങൾ വരെ ഇനി ഇന്ത്യക്ക് ഈ വീരൂപാക്ഷ കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുമെന്നതിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല.